ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് പകലും നമ്മുടെ നടുവിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്കൊരുമിച്ചൊരു പ്രാവശ്യം കൂടെ ദൈവസന്നിധിയിൽ തിരുമുഖത്തേക്ക് നോക്കുവാൻ കർത്താവ് ഒരുക്കിയ നല്ല അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആത്മീയ ആരാധനയ്ക്കായി കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്തദാസനും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹ വന്ദനത്തെ പ്രാരംഭമായിട്ട് അറിയിക്കട്ടെ. പ്രാർത്ഥനയോടും ഏകാഗ്ര ഹൃദയത്തോടും തികഞ്ഞ ദൈവാശ്രയത്തോടും തുടർന്നുള്ള അല്പസമയങ്ങൾ നാം ഒരുമിച്ച് ദൈവവചനത്തിന് ഉപാകയായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധമാവിനെ നമ്മോട് സംസാരിക്കാനുള്ള ദൈവിക ആലോചന ഏറ്റെടുക്കാനുള്ള തുറന്ന മനസ്സോട് നമ്മൾ ദൈവസന്നിധിയിലായിരിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും ദൈവപ്രവൃത്തി ഇന്ന് പകലും നമ്മുടെ നടുവിൽ കർത്താവ് ചെയ്തെടുക്കും. ഏറിയ പ്രാർത്ഥനയോട് നമുക്ക് വചനത്തിലേക്ക് പ്രവേശിക്കാം. ആ മുഖങ്ങളൊന്നും കൂടാതെ വായിച്ച സങ്കീർത്തനത്തിൽ നിന്ന് ഒരു ചിന്ത ദൈവമക്കളോട് പങ്കുവയ്ക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വായിച്ചത് 61 സങ്കീർത്തനം. വളരെ അനുഗ്രഹീതമായൊരു സങ്കീർത്തനമാണ്. ഇതിൻ്റെ എഴുത്തുകാരൻ ദാവീദാണ്. നമ്മളവിടെ കാണുന്നുണ്ട് ദാവീദിൻ്റെ ഒരു സങ്കീർത്തനം. ഈ എഴുതിയ സാഹചര്യം 2 ശമൂവേൽ 15 അധ്യായമാണ്. വായിക്കേണ്ട കഴിഞ്ഞൊരു ഏതോ ഒരു മീറ്റിങ്ങിന് അതിൽ നിന്ന് അല്പ കാര്യങ്ങൾ ഓർപ്പിക്കുകയുണ്ടായല്ലോ. ഇവിടെ നമ്മൾ കാണുന്നത് തൻ്റെ ഹൃദയത്തിൻ്റെ വേദന താൻ ദൈവസന്നിധിയിൽ പങ്കുവയ്ക്കുകയാണ്. അബ്ശാലോമിനെ ഭയപ്പെട്ട് താൻ ഓടിപ്പോയൊരു പോക്ക്. അവിടെ ഇരുന്നു കൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം തന്നെ ധൈര്യപ്പെടുത്തിയ ഉറപ്പിച്ച ചില വാക്കുകൾ സങ്കീർത്തനമായി തൻ്റെ ഉള്ളിലൂടെ പുറത്തു വന്നു. അതാണ് 61 സങ്കീർത്തനമായിട്ട് നമുക്ക് കിട്ടിയത്. ഈ എഴുതിയ സാഹചര്യം ഒന്നുകൂടെ വായിക്കാൻ നമുക്കതിൻ്റെ 2 വാക്യം ഒന്ന് വായിച്ചായിട്ട് പ്രാരംഭത്തിൽ മതി. എൻ്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ ഞാൻ ഭൂമിയുടെ അറ്റത്ത് നിന്ന് നിന്നെ വിളിച്ചപേക്ഷിക്കും. 6 വാക്യം കൂടെ ഒന്ന് വായിക്കാമോ? മതി. 2 ഭാഗത്ത് കാണാൻ കഴിയുന്നത് തൻ്റെ ഹൃദയം ക്ഷീണിച്ചിരിക്കുക. താൻ രാജാവാണ്, പക്ഷെങ്കിൽ തൻ്റെ മകൻ കബളിപ്പിച്ച് രാജസ്ഥാനം കൈയടക്കിയപ്പോൾ താൻ ഒരിക്കലും ചിന്തിച്ചില്ല തനിക്കിങ്ങനെ ഒരു അബദ്ധം പറ്റും. തൻ്റെ മകൻ ആ സ്ഥാനം കയ്യേറിയപ്പോൾ താൻ ആ രാജ്യം വിട്ട് ഓടുക. രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ശമൂവേൽ പുസ്തകത്തിൽ ആ ഭാഗം കാണുമ്പോൾ ഇങ്ങനൊരു ഭാഗമുണ്ട്. ദാവീദും കൂടെയുള്ളവരും കിദ്രോൻ തോട് കടന്നു. യഹൂദിനെ സംബന്ധിച്ചിടത്തോളം കിദ്രോൻ തോട് അവരുടെ ബോർഡർ, അതിര. ഈ അതിര് കടന്നാൽ അവർ പിന്നെ അത് പറയുന്നത് ഭൂമിയുടെ അറ്റമെന്ന. യെരുശലേമിനെ അല്ലെങ്കിൽ യെരുശലേമിൽ നിന്ന് ഞങ്ങൾ അകന്നുപോയി. ഏതൊരു യഹൂദിനെ സംബന്ധിച്ചിടത്തോളം യെരുശലേം അവർക്കൊരു അഭിമാനമാണ്, അവർക്കൊരാവേശമാണ്. യെരുശലേം എന്ന് പറഞ്ഞാൽ അവരുടെ സ്വന്തം നാടാണ്. നമുക്കറിയാമല്ലോ 137 സങ്കീർത്തനത്തിൽ ഒന്ന് വായിക്കാമോ? 5-6 വാക്യങ്ങളൊന്ന് വായിക്കാമോ? യെരുശലേമിനെ കുറിച്ചുള്ള യഹൂദൻ്റെ ഒരു എരിവ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. യെരുശലേമേ നിന്നെ ഞാൻ മറക്കുന്നുവെങ്കിൽ അതിൻ്റെ 1 വാക്യത്തിൽ വായിക്കുമ്പോൾ ബാബേൽ നദിയുടെ തീരത്ത് ഞങ്ങൾ ഇരുന്നു. അതായത് പ്രവാസികളായി ബാബേലിലേക്ക് കടന്നുപോയ ജനം ബാബേൽ നദിയുടെ തീരത്തിരുന്നു കൊണ്ട് യെരുശലേമിനെ ഓർത്ത് കരയുമ്പോൾ അവർ പറയുകയാണ്, വായിച്ചോളൂ 5 വാക്യം. നിന്നെ ഞാൻ മറക്കുന്നുവെങ്കിൽ എന്ന് പറഞ്ഞാൽ എനിക്ക് വലങ്കൈ ഇല്ലെന്ന് അങ്ങ് ചിന്തിച്ചോട്ടെ. അടുത്തത്, നിന്നെ ഞാൻ ഓർക്കാതെ പോയാൽ അങ്ങനെയെങ്കിൽ യെരുശലേമിനെ കുറിച്ചുള്ള അവരുടെ ആ എരിവ് നമുക്കവിടെ കണ്ടു. യെരുശലേമിനെ മറന്നാൽ, യെരുശലേം അല്ല എൻ്റെ മുഖ്യ സന്തോഷമെന്ന് വന്നാൽ അവർ പറയുകയാണ്, എനിക്ക് കൈയില്ലെന്നങ്ങ് വെച്ചോട്ട്, എൻ്റെ നാവ് അണ്ണാക്കോട് വറ്റിപ്പോകട്ടെ, ഈ ഗതികേട് എനിക്ക് വന്നെന്ന് പറഞ്ഞാലും ഞാൻ യെരുശലേമിനെ മറക്കത്തില്ല. അങ്ങനെയെങ്കിൽ അത്രമാത്രം യെരുശലേമിനോട് ഇവർക്കൊരു താല്പര്യവും എരിവുമുള്ള ജനമാണ് യഹൂദന്മാർ. ഈ പ്രതിസന്ധിയുടെ നടുവിൽ രാജാവും കൂടെയുള്ളവരും കിദ്രോൻ തോട് കടന്നപ്പോൾ അവർ യെരുശലേം അവർക്ക് അന്യമായി. യെരുശലേമിൽ നിന്ന് മാറിക്കഴിഞ്ഞു, അതിർത്തി വിട്ടു, മറ്റൊരു രാജ്യത്തെത്തി. അതത്ര അകലമൊന്നുമല്ല, പക്ഷെങ്കിൽ അവിടെ നിന്നുകൊണ്ട് അവർ പറയുകയാണ്, ഭൂമിയുടെ അറ്റത്ത് നിന്ന് ഞാൻ നിന്നെ, കർത്താവേ, ഞാൻ യെരുശലേമിലല്ല, ഞാൻ യെരുശലേമിൽ നിന്ന് മാറിയെങ്കിലും എൻ്റെ പ്രാർത്ഥനയ്ക്കൊരു കുറവുമില്ല. ഈ പകൽ ഒരു ദൂത് പ്രാരംഭത്തിൽ തന്നെ പറഞ്ഞ് മുന്നോട്ട് പോകട്ടെ.
നാം ആയിരിക്കുന്ന സാഹചര്യം അനുസരിച്ചല്ല പ്രാർത്ഥന ക്രമീകരിക്കേണ്ടത്. ദാവീദ് പറയുകയാണ്, ഞാൻ യെരൂശലേമിലായിരുന്നു, പക്ഷെങ്കിൽ ഇന്ന് ഞാൻ ഭൂമിയുടെ അറ്റത്താണ്. പക്ഷെങ്കിൽ ഭൂമിയുടെ അറ്റത്താണെങ്കിലും എനിക്ക് പ്രാർത്ഥിക്കാൻ കഴിയും, എനിക്ക് വിളിച്ചപേക്ഷിക്കാൻ കഴിയും. ദൈവമക്കൾ ഒരുമിച്ചുള്ള കൂട്ടായ്മയും കൂട്ടായ്മയുടെ സ്ഥലവും അവിടെ ഇരുന്ന് എനിക്ക് പ്രാർത്ഥിക്കാൻ കഴിയും. ഇല്ല, എൻ്റെ ഏകാന്തതയിലും എനിക്ക് പ്രാർത്ഥിക്കാൻ കഴിയും, അഥവാ കഴിയണം. അതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമുക്കറിയാമല്ലോ, എല്ലാവരും ഒന്നിച്ചുണ്ട്, കൂട്ടായ്മയുണ്ട്, പ്രാർത്ഥനയുണ്ട്, പിന്തുണയ്ക്കാൻ ആളുണ്ട്, കൂടെ സ്വോത്രം പറയാനോ പാടാനോ ആളുള്ളപ്പോൾ ഇതൊന്നും ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. പക്ഷെങ്കിൽ ഏകാന്തതയിൽ ഒറ്റയ്ക്ക് ഞാൻ എവിടെയൊക്കെയോ എടുത്തെറിയപ്പെട്ടു എന്ന് തോന്നിയാൽ അവിടെയും നിന്നുകൊണ്ടൊരു ഭക്തൻ പറയണം, എൻ്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ ഭൂമിയുടെ അറ്റത്തു നിന്നാണെങ്കിലും ദൈവമേ ഞാൻ നിന്നെ വിളിച്ചപേക്ഷിക്കും. നമ്മുടെ ജീവിതത്തിൽ ഇതായിരിക്കട്ടെ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമുക്ക് ദൈവത്തോടുള്ള ആഗ്രഹവും ഇത് തന്നെ ആകട്ടെ. എൻ്റെ സാഹചര്യമല്ല വലുത്, ഞാൻ എവിടെയായിരുന്നാലും ദൈവമേ അങ്ങോട്ടുള്ള ബന്ധത്തിൽ എനിക്ക് കുറവ് വരാൻ പാടില്ല. ഞാൻ പറഞ്ഞല്ലോ, ഈ പശ്ചാത്തലത്തിലാണ് ദാവീദ് ഈ സങ്കീർത്തനം പാടുന്നത്. അവിടെ താൻ 6-ാം വാക്യം നമ്മളൊരു വാക്യം വായിച്ചു, നീ രാജാവിൻ്റെ ആയുസ്സിനെ താൻ മരണത്തെ മുമ്പിൽ കണ്ടുകൊണ്ട് നിൽക്കുക. പ്രാർത്ഥിച്ച തനിക്കൊരു ഉറപ്പ് കിട്ടി, ദൈവം ആയുസ്സിനെ ദീർഘമാക്കും. ദൈവമക്കൾ ഓർക്കാവുന്ന ചില പ്രതിസന്ധിയുടെ നടുവിൽ ഹൃദയം ക്ഷീണിക്കുമ്പോൾ പ്രാർത്ഥിക്കാൻ തയ്യാറാകാമെങ്കിൽ നാളെയെക്കുറിച്ചുള്ള വെളിപ്പാട് ദൈവം നമ്മുടെ ഉള്ളിൽ തരും, ധൈര്യം തരും. എല്ലാം തീർന്നു, തകർന്നു, ഇനി മുന്നോട്ടില്ല, ഇവിടം കൊണ്ട് അവസാനിച്ചു എന്ന് തോന്നുന്നിടത്ത് നിന്ന് ദൈവത്തിന് നാളെയെക്കുറിച്ചുള്ള പദ്ധതി വെളിപ്പെടുത്തണമെങ്കിൽ ദൈവസന്നിധിയിൽ ഒന്ന് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ മതി. ബാക്കി കാര്യങ്ങളൊക്കെ ദൈവം നോക്കിക്കോളൂ. ഞാൻ ആ ഭാഗത്ത് വിശദീകരിക്കാതെ പശ്ചാത്തല വിശദീകരണത്തിൽ നിന്ന് തൽക്കാലം വിരമിച്ചുകൊണ്ട് ഒരു ചിന്ത നമുക്കിട്ട് പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. നമുക്കതിൻ്റെ 5-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. മതി. അതിൻ്റെ സെക്കൻഡ് പാർട്ട്, നിന്റെ നാമത്തെ ഭയപ്പെടുന്നവരുടെ അവകാശം. നമ്മൾ ഒരുമിച്ച് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്ന ആ ഭാഗമാണ് ദൈവത്തിൻ്റെ നാമത്തെ ഭയപ്പെടുന്നവരുടെ അവകാശം. ഈ വാക്ക് കേൾക്കുമ്പോൾ നമുക്ക് അല്പം ഒരു ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ട് കാണും. ഭയപ്പെടുന്നവൻ എന്തോ അവകാശമാണ്. അവകാശം കിട്ടുന്ന ആർക്കാ? വഴക്കുണ്ടാക്കുന്നവനും തൻ്റെ ഇടത്തോടെ നിൽക്കുന്നവർക്കൊക്കെ അവകാശം കിട്ടും. ലോകത്തിൻ്റെ ഗതി അതാണ്. നീ ഇങ്ങനെ മൗനമായിട്ടിരുന്നാൽ നിൻ്റെ അവകാശമൊന്നും കിട്ടത്തില്ല. നിൻ്റെ അവകാശം കിട്ടണം, നീ എന്തോ ചെയ്യണം? നീ ഫൈറ്റ് ചെയ്യണം. അതിനല്ലേ നിയമം, ബുദ്ധി തന്നതിനല്ലയോ? ഒത്തിരി ന്യായങ്ങൾ നമുക്കുണ്ട്. അവകാശം കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്തേ ഒക്കത്തുള്ളൂ? ഇടിച്ചു നിന്നാലേ ഒക്കത്തുള്ളൂ. പക്ഷെങ്കിൽ ഇവിടെ വചനം പറയുന്ന ഭാഗം വളരെ ശ്രദ്ധേയമാണ്. അവകാശം ആർക്കാ? ഒന്നുകൂടെ വായിക്കാം, സെക്കൻഡ് പാർട്ട് മാത്രം വായിക്കാമോ? നിന്റെ നാമത്തെ ഭയപ്പെടുന്നവരുടെ അവകാശം. ഇംഗ്ലീഷിലൂടെ ഒന്ന് വായിച്ചോ ഭാഗം, സെക്കൻഡ് പാർട്ട്. You have given me the heritage of those who fear your name. ദൈവത്തെ ഭയപ്പെടുന്നവരുടെ അവകാശം, ദൈവത്തിൻ്റെ നാമത്തെ ഭയപ്പെടുന്നവരുടെ അവകാശം. അങ്ങനെയെങ്കിൽ വ്യക്തമായിട്ട് ഓർക്കണം, ദൈവത്തെ ഭയപ്പെട്ടാൽ അവർക്ക് ചില അവകാശമുണ്ട്. എന്നോട് പറയുന്നു, ലോകത്തിൻ്റെ ഗതിക്ക് ജസ്റ്റ് ഓപ്പോസിറ്റായത്. ലോകം പറയുന്നു, നീ ഭയപ്പെട്ട് നിന്നാൽ, നീ പേടിച്ച് നിന്നാൽ, നീ പുറകോട്ട് മാറിയാൽ നിനക്കൊന്നും കിട്ടാൻ പോകുന്നില്ല. പക്ഷെ ദൈവം പറയുന്നു, ദൈവത്തെ ഭയപ്പെട്ടാൽ നിനക്ക് ചില അവകാശം തരാൻ പോവാ. പറഞ്ഞല്ലോ, ലോകത്തിൻ്റെ ചിന്തയും ദൈവത്തിൻ്റെ ചിന്തയും വ്യത്യസ്തമാണ്, രണ്ട് ധ്രുവങ്ങളിലാണ്. നമ്മളെപ്പോഴും ഓർക്കണം, ഒരു ദൈവ പൈതൽ ലോകത്തിൻ്റെ ചിന്ത വരുമ്പോൾ ആ വിഷയത്തിൽ ദൈവം എന്തോ പറയുന്നു. നമ്മൾ ദൈവമക്കളാണെങ്കിൽ ആണല്ലോ നമ്മളങ്ങനെ അവകാശപ്പെടുന്നു. ഞാനൊരു ദൈവ പൈതലാണെങ്കിൽ എൻ്റെ ആപ്തവാക്യം വിശുദ്ധ വേദപുസ്തകമാണ്. ലോകത്തിൻ്റെ ഗതിയല്ല, ലോകത്തിൻ്റെ ചിന്തയല്ല. അപ്പോൾ പറയും, അങ്ങനെ നിന്നാൽ വല്ലതും കിട്ടുമോ? കിട്ടിയിട്ടുണ്ടല്ലോ, കിട്ടി എത്രയോ ഭക്തന്മാരുണ്ട്. നമ്മൾ ദൈവത്തോട് പറയണം, കർത്താവേ, ഞാനൊരു ദൈവ പൈതലായതുകൊണ്ട് ദൈവം പറയുന്നതിനെ അനുസരിക്കാൻ ഞാൻ തയ്യാറാണ്. ലോക മനുഷ്യൻ ലോകത്തിൻ്റെ ഗതിക്കനുസരിച്ച് പൊക്കോട്ട്. എന്നാൽ ഒരു ദൈവ പൈതൽ ദൈവവചനത്തിൻ്റെ വ്യവസ്ഥയ്ക്കനുസരിച്ച് പോയാൽ ദൈവത്തിൻ്റെ നാമത്തെ ഭയപ്പെടുന്നവരുടെ അവകാശം ദൈവം അവർക്ക് തരും. ഞാൻ ആ ഭാഗത്തേക്ക് ഇറങ്ങും മുമ്പ്, ദൈവത്തെ ഭയപ്പെടാൻ കാരണം വല്ലതും ഉണ്ടോ? യോഗ്യത വല്ലതും ഉണ്ടോ? നമുക്ക് 1-2 വാക്യങ്ങൾ വായിച്ച് പെട്ടെന്ന് പോകാം. 89-ാം സങ്കീർത്തനത്തിൻ്റെ 7-ാമത്തെ വാക്യം പ്രാരംഭത്തിൽ ഒന്ന് വായിച്ചോ. Psalms 89 verse 7 വായിച്ചോളൂ.
ദൈവം വിശുദ്ധന്മാരുടെ സംഘത്തിൽ ഏറ്റവും ഭയങ്കരനും അവന്റെ ചുറ്റുമുള്ള എല്ലാവർക്കും മീതെ ഭയപ്പെടുവാൻ യോഗ്യനാണ്. അങ്ങനെയെങ്കിൽ ദൈവം ഭയപ്പെടാൻ യോഗ്യനാണ്. അല്ലെങ്കിൽ ഒന്നുകൂടെ പറഞ്ഞോട്ടെ, ദൈവത്തെ ഭയപ്പെടേണ്ടത് ദൈവത്തെ വിളിക്കുന്നവരുടെ ഉത്തരവാദിത്തമാണ്. വീണ്ടും ഞാൻ ആ ഭാഗം ഒന്നുകൂടെ പറയുന്നു. നമ്മൾ ദൈവത്തെ ഭയപ്പെടുവാൻ ദൈവം യോഗ്യനാണ്. 96 സങ്കീർത്തനം കൂടെ എടുത്തോളൂ. അതിന്റെ 4-ാം വാക്യം കൂടെ ഒന്ന് വായിച്ചു. യഹോവ വലിയവനും ഏറ്റവും സ്തുത്യനുമാകുന്നു, അവൻ സകല ദേവന്മാരെക്കാളും ഭയപ്പെടുവാൻ. അങ്ങനെയെങ്കിൽ വചനത്തിൽ അനേക തെളിവുകളുണ്ടെങ്കിലും തൽക്കാലം അവിടെ കൂടെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. 2 വചനങ്ങൾ നമ്മൾ കണ്ടു. ദൈവം ഭയപ്പെടാൻ യോഗ്യനാണ്. എന്തുകൊണ്ടും ഞാൻ ദൈവത്തെ ഭയപ്പെടണം, കാരണം ദൈവം അതിന് യോഗ്യനാണ്. ഭയപ്പെടുക എന്ന് പറയുമ്പോൾ ഈ എന്തെങ്കിലും ഭീകരരൂപിയെ കണ്ട് ഉണ്ടാകുന്ന ഒരു ഭയമല്ല. കടിച്ചു കീറാൻ വരുന്ന ആ സിംഹത്തിന്റെ മുമ്പിൽ ഉണ്ടാകുന്ന ഭയമല്ല വേദപുസ്തകം കൊടുക്കുന്നത്. ഭയം എന്നുള്ള വാക്കിന് ശരിയായ അർത്ഥത്തിൽ കൊടുത്താൽ ബഹുമാനിക്കാൻ യോഗ്യനെന്ന. ദൈവത്തെ നമ്മൾ ബഹുമാനിക്കണം. ദൈവം ബഹുമാനിക്കാൻ യോഗ്യനാണ്. ചുറ്റുമുള്ള സകലരെക്കാളും ദൈവം ബഹുമാനത്തിന് യോഗ്യൻ. പ്രാരംഭത്തിൽ വായിച്ചു 80, അതൊന്നുകൂടെ വായിക്കുമ്പോൾ 81. ദൈവം വിശുദ്ധന്മാരുടെ സംഘത്തിൽ ഏറ്റവും ഭയങ്കരനും ചുറ്റുമുള്ള എല്ലാവർക്കും മീതെ, ആ വാക്ക് ഞാൻ ഇങ്ങനെ പരാവർത്തനം ചെയ്ത് പറഞ്ഞോട്ടെ, ബഹുമാനിക്കപ്പെടാൻ യോഗ്യനുമാകുന്നു. അങ്ങനെയെങ്കിൽ ദൈവത്തെ ബഹുമാനിക്കുന്നവർക്ക്, ദൈവത്തെ ഭയപ്പെടുന്നവർക്ക്, ദൈവത്തെ അനുസരിക്കുന്നവർക്ക് ദൈവം ചില അവകാശം വെച്ചിട്ടുണ്ട്. ഈ അവകാശം എൻ്റെ അവകാശമാണ്. ഞാൻ ദൈവത്തെ ഭയപ്പെട്ടാൽ, ദൈവത്തെ ബഹുമാനിച്ചാൽ, ദൈവത്തെ ബഹുമാനിക്കുന്നവന് ദൈവം ഒരുക്കിയിരിക്കുന്ന ചില അനുഗ്രഹങ്ങൾ, നന്മകൾ, അവകാശങ്ങൾ എൻ്റെ ജീവിതത്തിൽ ചെയ്തെടുക്കാൻ എൻ്റെ കർത്താവ് മതിയായവനാണ്. ഞാൻ വേഗത്തിൽ 1-2 ചിന്തകൾ കാണിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമം കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തെ ഭയപ്പെടുന്നവരുടെ അവകാശം അനുഭവിച്ച അനേക ഭക്തന്മാരുണ്ട്. ഇന്ന് പകൽ ഈ വചനത്തിലൂടെ നമ്മൾ മുന്നോട്ട് കടന്നു പോകുമ്പോൾ നമ്മൾ ഓർക്കണം, ഞാൻ ദൈവത്തെ ബഹുമാനിച്ചാൽ, ദൈവത്തെ ഭയപ്പെട്ടാൽ എനിക്കും ആ അവകാശങ്ങളൊക്കെ കിട്ടും. ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് ഒന്ന് വന്നിട്ട് നമുക്ക് വളരെ പരിചിതമുള്ള ഒരു വ്യക്തിയാണ്, വളരെ കേട്ടിട്ടുള്ളൊരു ചരിത്രമാണെങ്കിലും ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു. 22-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യം, ബുക്ക് ഓഫ് ജെനസിസ് ചാപ്റ്റർ 22 വേഴ്സ് 12. അതിൻ്റെ തൊട്ട് മുകളത്തോടെ ഒന്ന് ചേർത്തൊന്ന് വായിച്ചാര്. ആ ആ 11 തൊട്ടൊന്ന് വായിച്ചോളൂ. ഉടനെ യഹോവയുടെ ദൂതൻ മതി, ചരിത്രമൊക്കെ നമുക്കറിയാമല്ലോ. ഇസഹാക്കിനെ മോറിയ കുന്നിൽ യാഗപീഠത്തിന്മേൽ കിടത്തി കത്തിയെടുത്ത് വെട്ടാൻ ഓങ്ങുമ്പോൾ പുറകിൽ നിന്നൊരു വിളി, അബ്രഹാമേ അബ്രഹാമേ, ബാലൻ്റെ മേൽ കൈവയ്ക്കരുത്. ആ പറഞ്ഞ ദൂതൻ പറഞ്ഞു വന്നപ്പോൾ പറഞ്ഞൊരു വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ, നിന്റെ ഏകജാതനായ മകനെ തരുവാൻ നീ മടിക്കായ്കൊണ്ട് നീ ദൈവത്തെ ഭയപ്പെടുന്നു. അബ്രഹാമിനോട് ദൈവം പറയാണ്, അബ്രഹാമേ, നീ എന്നെ ബഹുമാനിക്കുന്നു, എന്നെ ഭയപ്പെടുന്നു എന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. അടുത്ത വാക്യം ഒന്ന് വായിച്ചോളൂ. ഭയപ്പെടുന്നവർക്ക് കിട്ടിയ അവകാശം എന്തുവാ? ആ മതി, ആ ഭാഗം നമുക്ക് ചരിത്രമൊക്കെ അറിയാമല്ലോ, ഞാൻ വിശദീകരിക്കുന്നില്ല. ദൈവത്തെ ഭയപ്പെട്ടവൻ്റെ തലമുറയ്ക്ക് വേണ്ടി ദൈവം ചിലത് കരുതി വെച്ചു. ഞാൻ വാക്കൊന്നിടന്ന് പറയുന്നു. വേദപുസ്തക ചരിത്രകാരന്മാർ പറയുന്ന ഒരു ഭാഗം അനുസരിച്ച് മലമുകളിൽ സാധാരണഗതിയിൽ കയറിപ്പോകുന്ന ഒരു ജീവിയല്ല ആട്ടുകൊറ്റൻ. അത് സമതലങ്ങളിലും പുൽമേടുകളിലും തീറ്റി തേടി പോകുന്നതാണ്. എന്നാൽ ഈ മോറിയായുടെ മലമുകളിലേക്ക് ഒരു അസാധാരണ പ്രവൃത്തിക്ക് വേണ്ടിയാണ് അബ്രഹാം കയറിപ്പോയത്.
നമുക്കറിയാം, മൃഗങ്ങളെ യാഗമർപ്പിക്കുന്ന യാഗരീതികളുണ്ട്. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായി ദൈവം അബ്രഹാമിനോട് ആവശ്യപ്പെട്ടത്, നിന്റെ തൊഴുത്തിൽ നിന്നും ഏറ്റവും മെച്ചമായ ഒരു ആടിനെയോ കാളയോ യാഗമർപ്പിക്കാനല്ല, നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ ഈസഹാക്കിനെ തന്നെ യാഗമർപ്പിക്കാൻ പറഞ്ഞപ്പോൾ ഇതൊരു അസാധാരണ പ്രവൃത്തിയാണ്. ഈ അസാധാരണ പ്രവൃത്തിക്ക് വേണ്ടി അബ്രഹാം തയ്യാറായി. എന്നിട്ട് പറയുന്നു, നോർമൽ അല്ലാത്ത, സാധാരണമല്ലാത്ത ഒരു പ്രവൃത്തിക്ക് വേണ്ടി അബ്രഹാം തയ്യാറായി. മോറിയായുടെ മല കയറുമ്പോൾ ഇവിടെ കാണുന്നു, അസാധാരണമാണ് ആട്ടുകൊറ്റൻ മലമുകളിൽ എത്തുക എന്നുള്ളത്. എന്നാൽ ദൈവത്തിന് വേണ്ടി ഒരു അസാധാരണ പ്രവൃത്തി ചെയ്യാൻ ഒരു വ്യക്തി തയ്യാറായപ്പോൾ അവർക്ക് വേണ്ടി ദൈവവും ഒരു അസാധാരണ പ്രവൃത്തി ചെയ്യാൻ തയ്യാറായി. ഇന്ന് പകൽ എത്ര പേർക്ക് ആ വചനം ബോധ്യമായി? എല്ലാവരും ചെയ്യുന്നത് ഞാൻ ചെയ്താൽ എല്ലാവർക്കും കിട്ടുന്നത് നിങ്ങൾക്കും കിട്ടും. എല്ലാവരും ചെയ്യാത്ത എന്തെങ്കിലും ദൈവത്തിന് വേണ്ടി ചെയ്യാൻ തയ്യാറാകാമോ? പലർക്കും കിട്ടാത്ത ചിലത് ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇന്ന് പകൽ ഞാൻ അത് ആവർത്തിച്ച് പറയുന്നു. ദൈവാത്മാവ് ആ ദൂത് ശക്തമായിട്ട് എന്നോട് പറയുന്നു, എല്ലാവരും ചെയ്യുന്നത് ഞാനും ചെയ്താൽ എല്ലാവർക്കും കിട്ടുന്നത് എനിക്കും കിട്ടും. എന്നാൽ പലരും ചെയ്യാൻ മടിക്കുന്നത്, പലരെ കൊണ്ടും കഴിയാത്തത്, എൻ്റെ ദൈവം എന്നോട് പറയുന്നത് അസാധാരണമെന്നും അസംഭവ്യമെന്നും ഇത് ബുദ്ധിക്ക് നിരക്കാത്തതെന്നും എനിക്ക് തോന്നിയാലും പറഞ്ഞത് ദൈവമാണെങ്കിൽ, ഞാനത് അനുസരിക്കാൻ തയ്യാറാണെങ്കിൽ എനിക്ക് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ പ്രവൃത്തിയും അസാധാരണമായിരിക്കും. യെസ്, ഹല്ലേലൂയ. ഈ ദിവസങ്ങൾ നമുക്ക് ദൈവത്തോട് പറയാം, കർത്താവേ, എല്ലാവർക്കും കിട്ടുന്നതല്ല എനിക്ക് വേണ്ടത്, എനിക്ക് ചില അസാധാരണ സംഭവങ്ങൾ, അനുഗ്രഹങ്ങൾ എനിക്ക് വേണമെന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാകാമെങ്കിൽ, ദൈവത്തെ അനുസരിക്കാൻ ഭയപ്പെടാൻ തയ്യാറാണെങ്കിൽ അവർക്ക് വേണ്ടി ദൈവം ചില അസാധാരണമായത് ചെയ്യും. ഞാൻ വേഗത്തിൽ ആ ഭാഗം പറഞ്ഞു പോവുകയാണ്. നീ ദൈവത്തെ ഭയപ്പെടുന്നു എന്നതിൻ്റെ തെളിവ് എനിക്ക് മനസ്സിലായി. നിന്റെ ഏകജാതനായ മകനെ തരുവാൻ നീ മടിക്കായ്കൊണ്ട് നീ ദൈവത്തെ ഭയപ്പെടുന്നു എന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു. അനുഗ്രഹം കിട്ടിയത് ആർക്കാ? തലമുറയ്ക്കാം. ആ യാഗപീഠത്തിന്മേൽ വെട്ടി നുറുക്കപ്പെടേണ്ട ഇസഹാക്കിന് പകരം ഒരാട്ടുകൊറ്റൻ പിന്നിൽ കൊമ്പ് കാട്ടിൽപ്പെട്ട് കുരുങ്ങിക്കിടക്കുന്ന കാഴ്ച കണ്ട അബ്രഹാം ഇസഹാക്കിനെ ആ യാഗപീഠത്തിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു വിട്ടിട്ട് ആട്ടുകൊറ്റനെ അവിടെ യാഗമാക്കുക. ദൈവമക്കളെ ഞാൻ ഉറപ്പിച്ചോട്ടെ, ദൈവത്തെ ഭയപ്പെട്ടാൽ തലമുറയ്ക്ക് വേണ്ടി ദൈവം ചിലത് കരുതി വയ്ക്കും. യെസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാനൊന്നുകൂടെ ആ വാക്ക് ആവർത്തിച്ച് പറയുന്നു. നിങ്ങൾ ഒത്തിരി ടെൻഷൻ ഒന്നും അടിക്കണ്ട, നിങ്ങൾ ഒത്തിരി ഭാരപ്പെടുകയൊന്നും വേണ്ട. ദൈവത്തെ ഭയപ്പെടാമോ? നിന്റെ തലമുറയ്ക്ക് വേണ്ടി ദൈവം ചിലതൊക്കെ കരുതിയിട്ടുണ്ട്. ഒന്നുകൂടെ കടന്നു പറയട്ടെ, ചില അസാധാരണമായത് തലമുറയ്ക്ക് വേണ്ടി ദൈവം കരുതി വെച്ചിട്ടുണ്ട്. ഒറ്റ കാര്യം ചെയ്താൽ മതി, നീ ദൈവത്തെ ഭയപ്പെട്ടാൽ മതി. ഭയപ്പെടുന്നവരുടെ അവകാശം നമ്മുടെ ബുദ്ധിക്ക് ചിന്തിക്കാവുന്നതിൽ അപ്പുറമാണ്. യെസ്, ഹല്ലേലൂയ. അവിടെ അബ്രഹാം ആട്ടുകൊറ്റനെ യാഗം കഴിച്ചു. എന്നിട്ട് 15-ാം വാക്യം കൊടുത്ത് വായിച്ചേ. 15. ഒരു മിനിറ്റ് നിർത്തണേ. അവിടെ വായിച്ച് നമ്മൾ ശ്രദ്ധിച്ചല്ലോ. ദൈവത്തെ ഭയപ്പെടുന്നവന് ദൈവം ഒരിക്കൽ വിളിച്ചു. ആദ്യം ഒന്ന് വിളിച്ചെന്തിനാ? ഇസ്ഹാക്കിന്റെ മേൽ തൊടരുത്, കൈവയ്ക്കരുത്. ദൈവം ആട്ടുകൊറ്റനെ കരുതി. ദൈവത്തെ ഭയപ്പെടുന്നവനെ ദൈവം വീണ്ടും വിളിക്കുക. ദൈവമക്കൾ ഓർത്തോണം, ദൈവത്തെ ഭയപ്പെടാമോ? ദൈവത്തെ ബഹുമാനിക്കാമോ? ഇടയ്ക്കിടയ്ക്ക് ദൈവം സംസാരിച്ചുകൊണ്ടിരിക്കും. ആദ്യം ദൈവം പറഞ്ഞു, നിന്റെ തലമുറയ്ക്ക് വേണ്ടി ഞാൻ ചിലത് കരുതി. വീണ്ടും അത് തന്നെയാണ് പറയുന്നത്. വായിച്ചോ, 15 ഒന്നുകൂടെ വായിച്ചേര്. യഹോവയുടെ ദൂതൻ രണ്ടാമതും രണ്ടാമതും വിളിച്ച് അരുളി ചെയ്യുന്നത് ഞാൻ നിന്നെ ഐശ്വര്യമായിട്ട് അനുഗ്രഹിക്കും. ദൈവത്തെ ഭയപ്പെടാമോ? ചില ദൈവിക അനുഗ്രഹങ്ങൾ, ഐശ്വര്യമായി എന്ന് പറയുമ്പോൾ ദൈവികമായ അനുഗ്രഹങ്ങൾ, ഈ ഭൂമിയിലെ ചില അനുഗ്രഹങ്ങളല്ല, അതും ദൈവം തരുന്നതാണ്. എന്നാൽ ദൈവം തരുന്നതായ ചില നിത്യമായ അനുഗ്രഹങ്ങൾ ഒരു വ്യക്തി പ്രാപിച്ചെടുക്കണമെങ്കിൽ ദൈവത്തെ ഭയപ്പെട്ടാൽ മതി. നമുക്ക് ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ നാമത്തെ ഭയപ്പെടാനുള്ള കൃപ എനിക്ക് തരണമേ.
ദൈവത്തിന്റെ നാമത്തെ ഭയപ്പെട്ടാൽ, ദൈവത്തിന്റെ നാമത്തെ ബഹുമാനിച്ചാൽ, ദൈവത്തിന് കൊടുക്കേണ്ട ബഹുമാനവും സ്തുതിയും സ്തോത്രവും ഞാൻ അർപ്പിച്ചാൽ, എനിക്ക് വേണ്ടി, എൻ്റെ തലമുറയ്ക്ക് വേണ്ടി ദൈവം ചിലത് കരുതി വെച്ചിട്ടുണ്ട്. ദൈവത്തെ അനുസരിക്കുന്നവരുടെ, ദൈവത്തിന്റെ നാമത്തെ ഭയപ്പെടുന്നവരുടെ അവകാശം അബ്രഹാമിന് മാത്രമല്ല. ഇന്ന് പകൽ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്നവരോട് പറയട്ടെ, നമുക്ക് വേണ്ടിയും ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. യെസ്, ഹല്ലേലൂയ. വേഗത്തിൽ ഒരു വാക്യം കൂടെ ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. മലാഖി പ്രവചനത്തിലേക്ക് ഒന്ന് വന്നാട്ട്. മലാഖി 4-ാം അധ്യായത്തിന്റെ 1, 2, 3 വാക്യങ്ങളൊന്ന് വായിച്ചോളൂ. ആ ആ മതി. അവിടെ ഒരു ഭാഗം കൂടെ പറഞ്ഞ് പെട്ടെന്ന് മുന്നോട്ട് പോവുകയാണ്. ദൈവത്തെ ഭയപ്പെടുന്ന 2-ാം വാക്യത്തിൽ, എൻ്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്ക് ലഭിക്കുന്ന അനുഗ്രഹം. ഈ ജനത്തിന് ഒരു അബദ്ധം അല്ലെങ്കിൽ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായി. നമുക്കതിൻ്റെ 3-ാം അധ്യായം ഒന്ന് എടുത്താട്ടെ. 14, 15 വാക്യങ്ങളൊന്ന് വായിച്ചേ. ആ ഇവർ ദൈവത്തോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അവർ അതിൻ്റെ തൊട്ടുമുകളിൽ പറയുന്നുണ്ട്, നിന്റെ വാക്കുകൾ എൻ്റെ നേരെ അതികഠിനമായിരിക്കുന്നുവെന്ന് യഹോവ അരുളി ചെയ്യുന്നു. ചില കഠിന വാക്ക് ദൈവത്തോട് പറഞ്ഞു. നമ്മൾ പലപ്പോഴും ചിന്തിക്കും, നമ്മളാരും ദൈവത്തോട് കഠിന വാക്ക് പറയത്തില്ല. നമ്മൾ ദൈവസന്നിധിയിൽ വളരെ മൃദുവായിട്ടേ സംസാരിക്കാറുള്ളൂ. അതാണ് ആവശ്യം. ദൈവസന്നിധിയിൽ കഠിന വാക്ക് പറയരുത്. പക്ഷെങ്കിൽ ഇവർ പറഞ്ഞ കഠിന വാക്ക് എന്താ? വായിച്ചോ. യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്യുന്നത്, അവർ പറഞ്ഞു, ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് ഒരർത്ഥവുമില്ല, ഇത് വെറും മെനക്കേടാ. അടുത്തത്, ഞങ്ങൾ ദൈവനാമത്തിനു വേണ്ടി ദൈവിക ആത്മീയ കാര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുന്നതും എന്ന് പറഞ്ഞാൽ ഉപവസിച്ചിട്ടും എന്ത് പ്രയോജനം? ദൈവമക്കൾ വളരെ എവിടത്തോടെ ഓർക്കണം. ഇവർ വലിയ കഠിനമായ വാക്കുവല്ലോ പറഞ്ഞു. ഇവർ പറഞ്ഞത് എന്തോ, ഉപവസിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും ഒന്നും കാര്യമില്ലെന്നേ. നോക്ക്, അല്ലാത്തവരൊക്കെ കയറിപ്പോന്നു. നമ്മൾ ഉപവസിച്ചും പ്രാർത്ഥിച്ചും ഇങ്ങനെ അങ്ങിരിക്കത്തേ ഉള്ളൂ. നമുക്കെന്തോ ഇല്ല, ഒരു ഗുണവുമില്ല. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പറയും. ദൈവം പറയുകയാണ്, കഠിനവാക്ക് നീ എൻ്റെ നേരെ പറഞ്ഞത്. വളരെ ഗൗരവത്തോടെ ദൈവമക്കൾ, നമ്മൾ ഇംഗ്ലീഷ് ഒന്ന് വായിച്ചാൽ വേഴ്സ് 13 and 14. Your words have been harsh against me, says the Lord. Yet you say, what have we spoken against you? You have said, it is useless to serve God. What profit is it that we have kept his ordinance and that we have walked as mourners before the Lord of hosts? അവർ പറയുകയാണ്, ഇതെല്ലാം വെറും യൂസ്ലെസ്സാ, ഒരു പ്രയോജനമില്ലാത്ത കാര്യമാണ്. ഒരിക്കലെങ്കിലും മനസ്സിലെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ദൈവത്തോട് പറയണം, കർത്താവേ, ഞാൻ അറിയാതെ കഠിന വാക്ക് പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ, ദൈവത്തെ നമ്മളാരും വേണ്ടാത്ത വാക്ക് പറയത്തില്ല. ബഹുമാനത്തോട് ഭക്തിയോടൊക്കെ ദൈവസന്നിധി നിൽക്കത്തുള്ളൂ. പക്ഷെങ്കിൽ ദൈവം മുമ്പാകെ കഠിന വാക്കെന്ന് ദൈവം പറഞ്ഞ വാക്ക്, ഞാൻ ദൈവത്തെ സേവിച്ചിട്ട് എനിക്ക് ഒരു പ്രയോജനവുമില്ല. എന്നോട് പറയുന്നു, പുറമേ പറഞ്ഞില്ലെങ്കിലും ഉള്ളത്തിലെങ്കിലും പറഞ്ഞെങ്കിൽ ഇന്ന് പകൽ ദൈവത്തോട് പറ, കർത്താവേ, ആ കഠിന വാക്ക് അറിയാതെ എൻ്റെ നാവിലൂടെ പുറത്ത് വന്ന് എന്നോട് ക്ഷമിക്കണമേ ദൈവത്തോട് പറ. നമുക്കൊക്കെ ചിലപ്പോൾ സംഭവിച്ചിട്ടില്ലേ? ഞാൻ കഴിഞ്ഞ ദിവസം എത്ര ദിവസം ഉപവസിച്ചത്, എത്ര നാളുകൊണ്ട് പ്രാർത്ഥിക്കുന്നു, എൻ്റെ വിഷയത്തിൽ മാത്രമല്ല ഒരു പരിഹാരവും ഇല്ലാത്തത്, എൻ്റെ വീട്ടിൽ മാത്രമല്ല ഇങ്ങനെ കാര്യങ്ങൾ പോകുന്നത്. ദൈവമക്കളെ, അറിയാതെ പോലും പറയരുത്. ദൈവം പറയുകയാണ്, ഇത് കഠിനവാക്ക. അടുത്തത്, എന്നിട്ട് കഠിനവാക്കിൻ്റെ വേറൊരു പ്രത്യേകത ഇവർ പറഞ്ഞ അടുത്ത വാക്കോട് ശ്രദ്ധിച്ചു. ഇവർ പറയുകയാണ്, ഞങ്ങൾ ഉപവസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, കൂട്ടായ്മയ്ക്ക് പോകുന്നു, ആത്മീയ കാര്യങ്ങൾക്കെല്ലാം പ്രാധാന്യം കൊടുക്കുന്നു. പക്ഷെങ്കിൽ ഇതെല്ലാം യൂസ്ലെസ്സാ, ഇതുകൊണ്ടൊന്നും ഒരു പ്രയോജനവുമില്ല. പിന്നെ നേട്ടം ഇപ്പൊ ആർക്കാവുള്ളത്? വായിച്ചോ, ഞങ്ങൾ അഹങ്കാരികള്. അപ്പം ഭാഗ്യം അല്ലെങ്കിൽ നേട്ടം ഇപ്പൊ ആർക്കാ? അഹങ്കാരികൾക്ക്. വായിച്ചോ.
ദുഷ്പ്രവർത്തിക്കാർ എന്ന് പറഞ്ഞാൽ ദൈവത്തെ വിളിക്കാത്ത, നല്ല കാര്യങ്ങൾ ചെയ്യാത്ത ആൾക്കാർക്ക് ഭയങ്കര ഉയർച്ചയാ. ദൈവത്തെ പരീക്ഷിക്കുന്നു, പക്ഷെ അവർക്കെന്തോ ഇല്ല, ശിക്ഷയില്ല. എന്നും കഷ്ടത ആർക്കാ? ദൈവത്തെ അറിയുന്നവന്. തോന്നിയ വഴിക്ക് നടക്കുന്നവർക്കൊന്നും ഒരു പ്രശ്നവുമില്ല. അവർക്ക് വെച്ചടി ഉയർച്ച. ഉപവാസവും പ്രാർത്ഥനയും ദൈവസന്നിധിയിലുള്ള താഴ്മയും വിനയത്തോടെ നിൽക്കുന്ന എൻ്റെ ജീവിതത്തിൽ എന്നും ഈ ഒരു വല്ലാത്ത അവസ്ഥ, ദൈവമേ ഞാൻ ഉപവസിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്, ഈ കാര്യമൊക്കെ ചെയ്യുന്നത് വ്യർത്ഥമെന്ന് ഇവർ വിളിച്ചു പറഞ്ഞപ്പോൾ ദൈവം പറയാണ്, നീ കഠിന വാക്ക് പറഞ്ഞു. അടുത്ത വാക്യം കൊടുത്ത് വായിക്കാമോ? യഹോവ ഭക്തന്മാർ അന്ന് തമ്മിൽ മതി. അങ്ങനെയൊക്കെ ഞാൻ ഒന്നുകൂടെ പറഞ്ഞോട്ടെ. ദൈവം ശ്രദ്ധിച്ച് കേൾക്കുന്നത് എന്തുവാ? ഒന്ന് ആ ഭാഗം ഒന്ന് മനസ്സിൽ വെച്ചോണ്ടൊന്ന് പറഞ്ഞേ. ദൈവം ശ്രദ്ധിച്ച് കേൾക്കുന്നത് എന്താ? ദൈവത്തെ കുറ്റം പറയുന്നു. നല്ല കാര്യം പറയണേ ശ്രദ്ധിച്ച് കേൾക്കണമെന്നില്ല. അല്പം കൂടെ മനസ്സിലാകുന്ന ഭാഷ പറഞ്ഞാൽ, നിങ്ങളൊരു ഗ്രൂപ്പ് അവിടെ നിൽക്കുന്നു എന്ന് കരുതുക. അപ്പുറത്ത് നിന്ന് 2 പേർ നിങ്ങൾക്കെതിരെ എന്തോ കുറ്റം പറയുന്നു. അപ്പോൾ നമ്മുടെ ചിന്ത എന്തുവാ? ചെവി പൊത്തിപ്പിടിക്കുമോ? അവർ പറയുന്ന എന്താണെന്നൊന്ന് കേൾക്കണമെന്ന് തോന്നുമോ? നല്ല കാര്യം പറഞ്ഞാൽ നമ്മൾ അത്ര ശ്രദ്ധിക്കത്തില്ല. അത് പറഞ്ഞോട്ടെ, നല്ല കാര്യമല്ലേ. എന്നെക്കുറിച്ച് പറയുന്നത് എന്താണെന്ന് അറിയാൻ ഞാൻ ശ്രദ്ധിക്കും. എപ്പോഴാണ് ശ്രദ്ധിക്കുന്നത്? മനസ്സിലായില്ലേ? അതോ നിങ്ങളെല്ലാം വലിയ ഭക്തന്മാരാണ്? നമ്മളെക്കുറിച്ച് വേണ്ടാത്ത പറയുമ്പോൾ ചെവി പൊത്തിപ്പിടിച്ചാൽ ഏറ്റവും നല്ലതാണ്. പക്ഷെ നമ്മളത് ചെയ്തില്ലല്ലോ. വേറെ ആരും മിണ്ടാറില്ലേ? ഒന്ന് കേൾക്കട്ടെ. മറ്റുള്ളവരെ സംസാരം നിർത്തിച്ചിട്ട് എന്നെക്കുറിച്ച് പറയുന്നത് കേൾക്കാൻ ഞാൻ ശ്രദ്ധിക്കും. അത് തന്നെയാണ് ദൈവം ചെയ്തത്. ഞാൻ സ്തോത്രവും ഹല്ലേലൂയയും പറയുമ്പോഴല്ല ദൈവം ശ്രദ്ധ വെച്ച് കേട്ടത്. അത് സ്തോത്രവും ഹല്ലേലൂയയും പറയാൻ എനിക്ക് ബുദ്ധിമുട്ടില്ലല്ലോ. ദൈവം നല്ലവനെന്ന് പറയാൻ എനിക്ക് ബുദ്ധിമുട്ടില്ല. ദൈവം ഇന്നലകളിൽ എൻ്റെ ജീവിതത്തിൽ വലിയവ ചെയ്തു, ഇതൊക്കെ പറയുമ്പോൾ ദൈവത്തിന് സന്തോഷമാണ്. പക്ഷെങ്കിൽ ഞാൻ വീണ്ടും പറയുന്നു, ദൈവം ശ്രദ്ധ വെച്ച് കേൾക്കുന്നത് എന്താ? ദൈവത്തിനെതിരെ പറയുന്നതാ. ആ വാചകം അങ്ങനെയല്ലേ പറഞ്ഞത്? അന്ന് യഹോവ ഭക്തന്മാർ തമ്മിൽ സംസാരിച്ചു. യഹോവ ശ്രദ്ധ വെച്ച് കേട്ടു. ഇവർ തമ്മിൽ സംസാരിച്ചത് ഇതാ: ദൈവത്തെ സേവിച്ചിട്ട് അർത്ഥമൊന്നുമില്ല, ഞാൻ പ്രാർത്ഥിച്ചിട്ട് അർത്ഥമില്ല. ദൈവമക്കളെ, അറിയാതെങ്കിലും ആ വാക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽ അത് പിൻവലിച്ചു ദൈവത്തോട് പറ, കർത്താവേ, ഇന്നലകളിൽ എൻ്റെ അറിവില്ലായ്മ ചില കഠിന വാക്ക് പറഞ്ഞു പോയിട്ടുണ്ട്, എന്നോട് ക്ഷമിക്കണമേ. ദൈവത്തെ സ്തുതിപ്പാൻ കർത്താവേ എനിക്ക് കൃപ തരണമേ. ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാം. ഇവരിങ്ങനെ പറഞ്ഞ് അഹങ്കാരികളാ, മിടുക്കർ. ദൈവത്തെ സേവിക്കാത്തവർക്കാണ് നേട്ടം, ദൈവത്തെ സേവിക്കുന്നവർക്ക് പ്രയോജനമില്ല, ദൈവത്തിൻ്റെ നാമത്തെ ഭയപ്പെടുന്നവർക്ക് ഒരു അനുഗ്രഹവുമില്ല എന്ന് പറഞ്ഞ് മുന്നോട്ട് പോയപ്പോൾ അവരോട് ദൈവം പറയുന്ന വാക്കാണ് 4. ഒന്നുകൂടെ വായിച്ചു. 4:1. ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും. ഇന്ന് വലിയ കുഴപ്പമില്ലാത്ത ദിവസമാണ്, ഇതിപ്പം നന്നായിട്ട് പോകുന്നു. പക്ഷെങ്കിൽ ഒരു കാര്യം മറക്കരുത്, ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരുന്നു. അവർക്ക് ദൈവം കൊടുക്കുന്ന മറുപടിയാണ്, നീ ദൈവത്തെ സേവിച്ചു, നീ ദൈവത്തെ ഭയപ്പെട്ടു, പക്ഷെ നിന്റെ ചിന്ത അഹങ്കാരികൾക്കാ നേട്ടം. പക്ഷെങ്കിൽ ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരാൻ പോവാ. അന്ന് അഹങ്കാരികളൊക്കെയും സകല ദുഷ്പ്രവർത്തിക്കാരും താളടിയാകും. ചെറിയൊരു വെയിലടിക്കുമ്പോൾ തളർന്ന് താഴെ വീഴുന്ന ആ താളടി പോലെ ദുഷ്പ്രവർത്തിക്കാരും അഹങ്കാരികളും ചൂള പോലെ കത്തുന്ന ദിവസത്തിൽ താളടിയാകാൻ പോവുകയാണ്. തീർന്നില്ല, അടുത്ത വാക്ക്. വരുവാനുള്ള ആ ദിവസം മതി. അങ്ങനെയെങ്കിലും ഒന്ന് ഓർത്ത് നോക്കണം, ആ തീ എത്ര വലുതാ. ഒരു തീ പിടിച്ചാൽ കൊമ്പ് ഉണങ്ങിപ്പോകാം, പക്ഷെങ്കിൽ ഇവിടെ പറയുകയാണ് വേരോട് ഉണക്കിക്കളയുമെന്ന്. ആരുടെ പേരാ? അഹങ്കാരികളുടെ. ഇപ്പൊ ഈ ജനം പറഞ്ഞത് എന്തുവാ? അഹങ്കാരികളാ മിടുക്കര്. ദൈവം പറഞ്ഞ അല്ല, ഇപ്പൊ അവർ മിടുക്കരാ. ദുഷ്പ്രവർത്തിക്കാരിപ്പം എന്തൊക്കെയോ അഭ്യുദയം പ്രാപിച്ച് ദൈവത്തെ പരീക്ഷിക്കുന്നവന് ശിക്ഷ വരാതൊക്കെ അവർ നിൽപ്പുണ്ട്. പക്ഷെങ്കിൽ ചൂള പോലെ കത്തുന്നൊരു ദിവസം വരാൻ പോവുക. അന്ന് ഇവരുടെ വേര് പോലും ഇല്ലാതാകത്തക്ക രീതിയിൽ ചില ദൈവപ്രവൃത്തി നടത്താൻ പോവുക. അടുത്ത വാചകം
ആ, എന്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്ക്, അങ്ങനെ ദൈവമക്കൾ വളരെ ഗൗരവത്തോടെ ഓർത്തണം. ദൈവത്തിന്റെ നാമത്തെ ഭയപ്പെടുന്നവരുടെ അവകാശം വളരെ ഗൗരവത്തോടെ ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുന്നു. ചൂള പോലെ കത്തുന്ന ദിവസത്തിൽ അഭ്യുദയം പ്രാപിച്ചവർ, അഹങ്കാരികൾ, തല ഉയർത്തി നിന്നവർ, ദൈവനാമത്തെ ദൂഷിച്ചവർ, ആ ദൈവ മക്കളെ ദൂഷിച്ചവർ, അവരെ പീഡിപ്പിച്ചവർ, ഇവര് ചൂള പോലെ കത്തുന്ന ദിവസത്തിൽ വേരും കൊമ്പും ശേഷിപ്പിക്കാതെ ദൈവം ദഹിപ്പിച്ചു കളയുമ്പോൾ, ദൈവത്തിന്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കോ, അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ ദൈവത്തോട് വിളിച്ചു പറ, ദൈവത്തിന്റെ നാമത്തെ ഭയപ്പെടുന്ന എന്റെ അവകാശം എന്താ? വായിച്ചോളൂ. ആ, നീതി സൂര്യൻ തന്റെ ചിറകൻ കീഴിൽ രോഗോപശാന്തിയോടുകൂടെ ഉദിക്കും. ആ, മതി, ഞാൻ വേഗത്തിൽ പറഞ്ഞ ഭാഗം അവസാനിപ്പിക്കാം. ഞാനത് കഴിഞ്ഞ ദിവസം ഈ വാക്യം ഇങ്ങനെ പല ട്രാൻസ്ലേഷൻ എടുത്ത് നോക്കിയപ്പം ഒരു ലളിതമായ ഒരു ട്രാൻസ്ലേഷൻ കൊടുത്തിരിക്കുന്ന ഒരു ആശയം ഇങ്ങനെയാണ്: എൻ്റെ നാമത്തെ ഭയപ്പെടുന്നവർ സൂര്യൻ ഉദിച്ചുയരുന്നത് പോലെ ഉദിച്ചുയരും. നമുക്കറിയാമല്ലോ, സൂര്യൻ രാവിലെ കിഴക്കൻ ചക്രവാളത്തിൽ ഉദിച്ചുയരുമ്പോൾ ഒരു ചെറിയ ഗോളം ഉയരുന്നതനുസരിച്ച് അതിൻ്റെ വെളിച്ചം, അതിൻ്റെ ശക്തി, അതിൻ്റെ ചൂട് വർദ്ധിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഞാൻ പറഞ്ഞോട്ടെ, എൻ്റെ ദൈവത്തിൻ്റെ നാമത്തെ ഭയപ്പെടുന്നവർ സൂര്യനെ പോലെ നിങ്ങൾ ഉയർന്നുകൊണ്ടേയിരിക്കും. അടുത്തത് രോഗോപശാന്തി, അങ്ങനെ ഒരു വാക്യം വായിച്ചല്ലേ? അതായത് നമുക്കറിയാമല്ലോ, ഈ സൺറൈസ്, സൂര്യരശ്മികൾ, രാവിലത്തെ സൂര്യരശ്മി വിറ്റാമിൻ ഡി അല്ലേ? ഈ നമ്മുടെ ശരീരത്തിന് അത് നല്ലതാണ് എന്ന് പറഞ്ഞാൽ രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാൻ ഈ സൂര്യരശ്മിക്ക് കഴിയും. ഇതാർക്ക് കിട്ടുമെന്നാണ് പറഞ്ഞേ? ദൈവത്തിൻ്റെ നാമത്തെ ഭയപ്പെടുന്നവർക്ക്. അടുത്തത് മതി, ഞാൻ ആ ഭാഗം വേഗത്തിലൊന്ന് പറഞ്ഞിട്ട് പിന്നീട് ഒന്നുകൂടെ നമുക്ക് ആ ഭാഗം വായിക്കാം. അന്നേരം അല്പം കൂടെ ആശയം മനസ്സിലാകും. ദൈവത്തിൻ്റെ നാമത്തെ ഭയപ്പെടുന്നവർക്കുള്ള അവകാശം, അനുഗ്രഹം: ഒന്ന്, അവർ സൂര്യൻ ഉദിച്ചുയരുന്നത് പോലെ ഉദിച്ചുയരും. രണ്ട്, ആ സൂര്യരശ്മി കൊണ്ട് സൗഖ്യവും പ്രതിരോധ ശക്തിയും വർദ്ധിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ നാമത്തെ ഭയപ്പെടുന്നവർക്ക് ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നിങ്ങളുടെ ശാരീരിക, മാനസിക, ഭൗതിക മേഖലകളിൽ വേണ്ട അനുഗ്രഹം, സൗഖ്യം തരാൻ ദൈവം വിശ്വസ്തൻ. മൂന്ന്, നിങ്ങളും തൊഴുത്തിൽ നിന്ന് അഴിച്ചുവിടുന്ന പശുക്കിടാങ്ങളെ പോലെ തുള്ളിച്ചാടും. അതായത് പശുവിൻ്റെ അകിടിൽ നിന്ന് പാല് കുടിച്ച് വയറ് നിറഞ്ഞ് ആ പശുക്കിടാവ് ഇറങ്ങി വരുമ്പോൾ അത് തുള്ളിച്ചാടുക. ആ പശുക്കിടാവിനോട് ചോദിച്ചേ, ടെൻഷൻ വല്ലതും ഉണ്ടോ? പശുക്കിടാവ്, എന്നോ ടെൻഷനാ, ഞാനിപ്പം പാല് കുടിച്ചതേ ഉള്ളൂ, വയറ് നിറഞ്ഞു, എനിക്കിനി തുള്ളിച്ചാടരുതോ? ഇനിയും വിശക്കുമ്പോഴോ വീണ്ടും പോയി പാല് കുടിക്കും എന്ന് പറഞ്ഞാൽ ആ പശുക്കിടാവിന് നാളെക്കുറിച്ചൊരു ചിന്തയില്ല, അടുത്ത സെക്കൻഡിനെ കുറിച്ചൊരു ടെൻഷനില്ല. ദൈവത്തിൻ്റെ നാമത്തെ ഭയപ്പെടുന്നവരുടെ അനുഗ്രഹം, അവകാശമെന്ന് പറയുന്നത് നിനക്ക് എപ്പോഴും ദൈവത്തിൻ്റെ ഒരു നിറവുണ്ട്. ദൈവത്തിൽ നിന്ന് നീ എപ്പോഴും നിറഞ്ഞുകൊണ്ടിരിക്കും. ദൈവത്തിൽ നിന്ന് നിറയുന്ന നിനക്ക് എവിടെയും തുള്ളിച്ചാടാൻ കഴിയും. കാരണം എനിക്ക് വേണ്ടി കരുതുന്ന ഒരാളുണ്ട്. ഞാൻ ഭാരപ്പെടേണ്ട ആവശ്യമില്ല. പശുക്കിടാങ്ങളെ പോലെ, തൊഴുത്തിൽ നിന്ന് വരുന്ന പശുക്കിടാവിനെ പോലെ എനിക്ക് തുള്ളിച്ചാടാൻ കഴിയത്തക്ക രീതിയിൽ ദൈവത്തെ ഭയപ്പെടുന്നവന്റെ അവകാശം എൻ്റെ കർത്താവ് എനിക്ക് തന്നിട്ടുണ്ട്. യെസ്, ഹല്ലേലൂയ. അടുത്ത വാചകം അല്പം ഗൗരവത്തോടൊന്ന് വായിച്ചോളൂ. മതി, ഇനി ഞാൻ പറഞ്ഞോട്ടെ, ഈ പശുക്കിടാവ് തുള്ളിച്ചാടുന്ന എവിടാ? അല്പം മുമ്പ് തല ഉയർത്തി നിന്ന് അഹങ്കാരികൾ, ദുഷ്പ്രവർത്തിക്കാർ, ദൈവം അവരെ താളടിയാക്കി കൊമ്പും വേരും ശേഷിപ്പിക്കാതെ അതിനെ ചാരമാക്കി മാറ്റിയപ്പോൾ ആ ചാരത്തിലൂടെയാണ് ഇപ്പോൾ ഈ പശുക്കിടാങ്ങൾ തുള്ളിച്ചാടുന്നത്. കൃപ, ദൈവകൃപ, ഹല്ലേലൂയ. ഇന്ന് പകൽ ദൈവമക്കളെ വ്യക്തമായി തിരിച്ചറിയണം, ദൈവത്തെ ഭയപ്പെടുന്നവന് ചില അവകാശമുണ്ട്. ദൈവത്തെ ഭയപ്പെടുന്നവർക്ക് വേണ്ടി ദൈവം ചിലത് കരുതി വെച്ചിട്ടുണ്ട്. വിശ്വാസത്തോടെ വിളിച്ചു പറ, സൂര്യൻ ഉദിക്കുന്നത് പോലെ ഉദിച്ചുയരാനുള്ള ഒരു അവകാശം, അധികാരം ദൈവത്തെ ഭയപ്പെടുന്ന എനിക്ക് എൻ്റെ ദൈവം തന്നിട്ടുണ്ട്. ആ എൻ്റെ ശരീരത്തിന്മേൽ രോഗസൗഖ്യം തരാൻ എൻ്റെ ദൈവത്തിന് പദ്ധതിയുണ്ട്. നിറവ് എപ്പോഴും എനിക്കുണ്ട്. ഏത് സാഹചര്യത്തിലും എനിക്ക് തുള്ളിച്ചാടാൻ തക്കവണ്ണം ദൈവം എനിക്ക് വേണ്ടി ചിലത് കരുതി വെച്ചിട്ടുണ്ട്. ഈ അവകാശം
അവകാശം ലഭ്യമാകുന്നത് ദൈവത്തെ ഭയപ്പെടുന്നവർക്കാണ്. കൃപ, ദൈവകൃപ. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ ധൈര്യത്തോട് പറയണം, ഞാൻ ദൈവത്തെ ഭയപ്പെട്ടാൽ, ദൈവത്തിൻ്റെ നാമത്തെ ഭയപ്പെട്ടാൽ എനിക്ക് വേണ്ടി ദൈവം ചിലത് വെച്ചിട്ടുണ്ട്. യെസ്, ഹല്ലേലൂയ. ഈ ബോധ്യം നമുക്കുണ്ടാകണം. ഞാൻ പറഞ്ഞല്ലോ, പലപ്പോഴും ലോകത്തിൻ്റെ ചിന്ത നമ്മുടെ ഉള്ളിൽ കയറി അറിയാതെ നമ്മളെ തിരിച്ചു വിടുക. ഇല്ല, ദൈവമക്കളെ എപ്പോഴും പറയണം, ഞാനൊരു ദൈവ പൈതലാണ്. ദൈവത്തിൻ്റെ വാക്കാണ് എനിക്ക് വലുത്, ലോകത്തിൻ്റെ വാക്കല്ല എനിക്ക് വലുത്. ദൈവത്തിൻ്റെ വാക്കനുസരിച്ച്, ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് എൻ്റെ ചുവടെടുത്ത് വയ്ക്കുമ്പോൾ അതാണ് എൻ്റെ ജീവിതത്തിൽ അനുഗ്രഹമാകുന്നത്. ഞാൻ ഒരു ഭാഗം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ദൈവത്തെ ഭയപ്പെടുന്നവർക്ക് അനുഗ്രഹമുണ്ട്. ദൈവത്തെ ഭയപ്പെടാതിരുന്നാലോ അവർക്ക് വരുന്ന ശിക്ഷ വളരെ വലുതാണ്. ഒന്നൊരു വാക്യം കൂടെ ഓർപ്പിച്ച് നമ്മൾ ഒരു ഭാഗം ചിന്തി അതിന് മറുഭാഗം കൂടെ ഒന്ന് ഓർപ്പിച്ച് വിട്ടേക്കാം. ഒന്ന് വായിച്ചോളൂ, നമുക്കറിയാമെങ്കിലും ഒന്ന് വായിച്ചു തരാം. 1 ശമൂവേൽ 2-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം ഒന്ന് വായിച്ചോ. 1 ശമൂവേൽ 2:12. ഏലിയുടെ പുത്രന്മാർ നീചന്മാരും യഹോവയെ ഓർക്കാത്തവരുമായിരുന്നു. മതി, അവിടെ വായിച്ച ഭാഗത്ത് നമ്മൾ കണ്ടു. ഏലിയുടെ പുത്രന്മാർ നീചന്മാരും യഹോവയെ ഓർക്കാത്തവരും ആയിരുന്നു. ചരിത്രമൊക്കെ നമുക്കറിയാമല്ലോ, ഞാൻ വിശദീകരിക്കുന്നില്ല. യഹോവയെ ഓർക്കാത്ത ഒരു തലമുറ, ദൈവത്തെ അറിയാത്ത ഒരു ജനം, അവരെക്കുറിച്ച് അവിടെ പറയുന്ന വാചകം വളരെ ഗൗരവത്തോടെ നമ്മൾ വായിക്കണം. അവൻ്റെ പുത്രന്മാർ, അതൊന്ന് വായിച്ചത് ദൈവദൂഷണം, 13-ാം വാക്യം, 3:13. മതി, അവരെ ശാസിച്ച് അമർത്തിയില്ല. ചരിത്രമൊക്കെ അറിയാവുന്ന ഭാഗം വിശദീകരിക്കാതെ പെട്ടെന്ന് മുന്നോട്ട് പോവുകയാണ്. ഏലിയുടെ പുത്രന്മാർ ദൈവത്തെ അറിയാത്തവർ, 2:12 നമ്മൾ വായിച്ചത്. എന്നാൽ ഏലിയുടെ പുത്രന്മാർ നീചന്മാരും യഹോവയെ ഓർക്കാത്തവരും ആയിരുന്നു. 3:13 വായിച്ചത് അവൻ്റെ പുത്രന്മാർ ദൈവദൂഷണം പറയുന്ന അകൃത്യം അവൻ അറിഞ്ഞിട്ടും അവരെ ശാസിച്ച് അമർത്തിയില്ല. ഒറ്റ വാക്കി പറഞ്ഞോട്ട്, ഏലി ദൈവത്തെക്കാൾ കൂടുതൽ ഭയപ്പെട്ടത് മക്കളെയാണ്. പറയുമ്പോൾ ബുദ്ധിമുട്ട് തോന്നരുത്. മക്കളെ സ്നേഹിച്ചോ, പക്ഷേ ഭയപ്പെടേണ്ടത് അവരെയല്ല, ദൈവത്തെ ഭയപ്പെടുക. നമുക്കറിയാമല്ലോ, ഇന്ന് പല വീട്ടിലും ദൈവമക്കളുടെ ഇടയിലും ഒരുപക്ഷെ കാണാം വീട് കൺട്രോൾ ചെയ്യുന്ന പിള്ളേരാണ്. പലരോടും ചോദിച്ചാൽ അറിയാം. പലയിടത്ത് ഞങ്ങൾ ഇങ്ങനത്തെ കേസുകളൊക്കെ ഒത്തിരി കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടുകൂടാ പറയുന്നത്. പിള്ളേരുടെ ഇഷ്ടമാണ് വീട്ടിൽ നടക്കുന്നത്. എടാ, നമുക്കിപ്പോൾ കുടുംബ പ്രാർത്ഥനയ്ക്ക് കൂടാം, അവൻ അന്നേരം TV കാണണം, അല്ലെങ്കിൽ അത്യാവശ്യത്തെ കാര്യങ്ങൾക്ക് പോകും. ഇപ്പം എനിക്ക് പറ്റത്തില്ല, എന്നാൽ നിൻ്റെ സമയത്ത് വാ. ആരെയാ പേടി? ഏലിയോട് സംഭവിച്ചെന്തോ? ദൈവത്തെക്കാൾ കൂടുതൽ ഏലി ഇപ്പം പേടിക്കുന്ന ആരെയാ? ഒടുവിൽ സംഭവിച്ചതെന്തോ? ഏലി എന്തിയെ, മക്കൾ എന്തിയെ? ദൈവമക്കൾ വളരെ ഗൗരവത്തോടെ ഓർക്കണം. ഭയപ്പെടുത്തുകയല്ല, ദൈവാത്മാവ് തന്ന ദൂത് പറയാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. മക്കളെ സ്നേഹിച്ചോ, അവരെ കരുതിക്കോ, വേണ്ടതൊക്കെ അവർക്ക് കൊടുത്തോ, പക്ഷെ ഭയപ്പെടേണ്ടത് ദൈവത്തെയാണ്. യെസ്, ഹല്ലേലൂയ. ഞാൻ വീണ്ടും പറയുന്നു, കുഞ്ഞുങ്ങളല്ല ഭവനം ഭരിക്കേണ്ടത്. ചിലർക്ക് പറയത്തില്ലേ, അതെന്തോ ചെയ്യാൻ, ഇന്നത്തെ കാലഘട്ടമല്ലയോ? വേദപുസ്തകത്തിന് കാലഘട്ടം അനുസരിച്ച് മാറ്റം വന്നിട്ടില്ലല്ലോ. നമുക്കറിയാമല്ലോ, ഈ ലോകത്തിൽ ഇറങ്ങിയ ഏത് പുസ്തകങ്ങൾക്കും പരിഷ്കരിച്ച പതിപ്പുകളുണ്ട്. കാലത്തിനനുസരിച്ച് അത് പരിഷ്കരിക്കും. ഏറ്റവും കുറഞ്ഞ നമുക്കറിയാമല്ലോ, വിദ്യാഭ്യാസ സമ്പ്രദായം, ഇവിടെ ഇരിക്കുന്ന പ്രായമുള്ളവർ പഠിച്ച കാലത്തെ വിദ്യാഭ്യാസ സമ്പ്രദായം അല്ല ഇപ്പോൾ. കാരണം കാലത്തിനനുസരിച്ച് പരിഷ്കാരം വരുത്തി. പുസ്തകങ്ങൾ, നമുക്കറിയാമല്ലോ, വാഹനങ്ങൾ, നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ കണ്ട വാഹനങ്ങളൊന്നും ഇന്നില്ല. അതെല്ലാം പരിഷ്കരിച്ച് പുതിയതാണ്. പക്ഷെങ്കിൽ ഇതുവരെയും പരിഷ്കരിക്കാത്തൊരൊറ്റ പുസ്തകം വേദപുസ്തകമാണ്. 119-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞൊരു ഭാഗമുണ്ട്, സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന ദൈവത്തിൻ്റെ വചനമാണ്. ഈ പുസ്തകത്തിന് പരിഷ്കാരം ഇതുവരെ വരുത്തിയിട്ടില്ലെങ്കിൽ കാലഘട്ടത്തിനനുസരിച്ച് പരിഷ്കരിക്കേണ്ടതല്ല വേദപുസ്തകം. അങ്ങനെയെങ്കിൽ കാലഘട്ടത്തിനനുസരിച്ച് പരിഷ്കരിക്കേണ്ടതല്ല വേദപുസ്തകത്തിലെ ഒരു സത്യങ്ങളും.
ഇന്നത്തെ കാലം അനുസരിച്ചല്ല തലമുറയെ നീക്കേണ്ടത്. ദൈവത്തിന്റെ വചനത്തിന്റെ വ്യവസ്ഥ അനുസരിച്ച് തലമുറയെ വളർത്താമെങ്കിൽ അവർ അനുഗ്രഹമായി മാറും. യെസ്, ഹല്ലേലൂയ. ഞാൻ വീണ്ടും ആ ഭാഗം ഒന്നുകൂടെ പറയുമ്പോൾ ബുദ്ധിമുട്ട് തോന്നരുത്. ഞാൻ വീണ്ടും പറഞ്ഞോട്ടെ, ദൈവമക്കളെ, ദൈവത്തെ ഭയപ്പെട്. നമ്മൾ ദൈവത്തെ ഭയപ്പെടുന്നത് കാണുമ്പോൾ നമ്മുടെ തലമുറകളും ദൈവത്തെ ഭയപ്പെടും. എനിക്ക് ദൈവത്തെ ഭയമില്ലെങ്കിൽ എൻ്റെ തലമുറയ്ക്കും ദൈവത്തെ ഭയമില്ല. എൻ്റെ തലമുറയെ ഒടുവിൽ ഞാൻ ഭയപ്പെടേണ്ടി വരും. ആ ഗതികേട് ഉണ്ടാകരുത്. നമുക്ക് ദൈവത്തോട് പറയാം, കർത്താവേ, ഇല്ല, ദൈവത്തെയാ ഭയപ്പെടേണ്ടത്. യെസ്, ഹല്ലേലൂയ. എന്ന് പറഞ്ഞ കുഞ്ഞുങ്ങളെ അവഗണിക്കണമെന്നല്ല ഞാൻ പറയുന്നത്. അവർക്ക് കൊടുക്കേണ്ടതൊക്കെ കൊടുത്തു, സ്നേഹം കൊടുത്തു, കരുതൽ കൊടുത്തു, അവരുടെ ഭാവിക്ക് വേണ്ടി ചെയ്യേണ്ടതൊക്കെ ചെയ്തു. ഇതൊക്കെ ചെയ്യുമ്പോഴും എനിക്ക് വലുതെൻ്റെ ദൈവമാണ്. യെസ്, ഹല്ലേലൂയ. എൻ്റെ ദൈവം കഴിഞ്ഞേ മറ്റെന്തുമുള്ളൂ എന്നൊരു തീരുമാനത്തിലേക്ക് എത്താമോ, അങ്ങനെയുള്ളവരാണ് അനുഗ്രഹിക്കപ്പെടുന്നത്. നമ്മൾ വായിച്ച ഭാഗത്ത് ദൈവത്തിന്റെ നാമത്തെ ഭയപ്പെടുന്നവർക്കുള്ള അനുഗ്രഹം. ഇവിടെ ഞാൻ വേഗത്തിൽ പറഞ്ഞ് അവസാനിപ്പിച്ചോട്ടെ. ഏലിക്ക് എന്തുകൊണ്ട് അനുഗ്രഹം കിട്ടിയില്ല? വായിച്ചോ, 2 വാക്യം വായിച്ചോ. 2:12, 3:13 വായിച്ചോളൂ. ആദ്യം 2:12 ഒന്ന് വായിച്ചേ. ഏലിയുടെ പുത്രന്മാർ നീചന്മാരും യഹോവയെ ഓർക്കാത്തവരുമായിരുന്നു. താഴോട്ട് വായിച്ചു വരുമ്പോൾ യാഗമർപ്പിക്കാനായിട്ട് യാഗവസ്തുവുമായിട്ട് ആൾക്കാർ അവിടെ കടന്നു വരുമ്പോൾ ഈ പിള്ളേർ എന്നുവെച്ച് പറയും, യാഗവസ്തുവിൽ നിന്ന് ആ മാംസം ഞങ്ങൾക്ക് വേണം. അവിടെ നിൽക്കുന്ന ആൾക്കാർ പറയും, ഇതൊന്ന് വെന്തോട്ട്, ഇത് അല്പം കൂടെ ആ ശുദ്ധീകരണത്തിന് വേണ്ടി ഞങ്ങളോട് ഉച്ചരിക്കുകയാണെന്ന് വായിച്ചു കിട്ടും. നമ്മൾ പലപ്പോഴും വായിക്കാത്തതുകൊണ്ട്. ആ അതിനുശേഷം നീ ആഗ്രഹിക്കുന്നിടത്തോളം വെട്ടിട്ടുക എന്ന് അവനോട് പറഞ്ഞാൽ അവൻ അവനോട്, അല്ല, ഇപ്പോൾ തന്നെ തരയണം, അല്ലെങ്കിൽ ഞാൻ ബലാത്കാരനെ എടുക്കുമെന്ന് പറയും. ഇങ്ങനെ ഈ യൗവനക്കാരെ യഹോവയുടെ വഴിപാട് നിന്ദിച്ചതുകൊണ്ട് അവരുടെ പാപം യഹോവയുടെ സന്നിധിയിൽ ഏറ്റവും വലിയതായിരുന്നു. ഇനി 3:13 വായിച്ചു. മതി ശാസിച്ച് അമർത്തായികമുണ്ട്. ഈ പിള്ളേർ ചെയ്യുന്ന കാര്യം, എലിയുടെ മക്കൾ ഹൊഫ്നി ഫിനഹാസ് നമുക്കറിയാമല്ലോ, യാഗമർപ്പിക്കുന്നു. ആ യാഗവസ്തു ആ യാഗപീഠത്തിന്മേൽ വെന്ത് മാറുമ്പോൾ മുപ്പൊല്ലി കൊണ്ട് കുത്തിയെടുക്കുന്നത് പുരോഹിതനുള്ളതാണ്. അതും പുരോഹിതൻ അതിൻ്റെ വീതമുണ്ട്, കിട്ടും. പക്ഷേ ഈ പിള്ളേർ വന്നിച്ച് പറയുന്നൊരു വാക്കുണ്ട്. ഈ ഡ്യൂട്ടി ചെയ്യുന്ന ശുശ്രൂഷകന്മാർ പറയുന്നു, മേധസ് ദഹിക്കട്ടെ, ശേഷം എടുക്കാം. ഇവർ പറയുന്ന, ഞങ്ങൾക്ക് പച്ചമാംസം തന്നെ വേണം, ഞങ്ങൾക്ക് ഫ്രൈ ചെയ്യണം, എൻ്റെ ഇഷ്ടപ്രകാരം എനിക്ക് ആഹാരം കഴിക്കണം, എനിക്ക് യാഗം വിഷയമല്ല. ഇതാരറിയുന്നുണ്ട്? എന്നിട്ട് പറയുന്ന ആരുടെ പേരാ പറയുന്നത്? പുരോഹിതന് പച്ചമാംസം വേണം. ആ പുരോഹിതന്റെ പാസ്റ്ററുടെ പേരും പറഞ്ഞുകൊണ്ട് ഇവർ കൊണ്ടുപോകുന്നു, ഇവർ ഭക്ഷിക്കുന്നു. ഇതെല്ലാം അറിഞ്ഞിട്ടും ഏലി എന്തോ ചെയ്യുന്നില്ല. കിടക്കട്ടെന്നേ, പിള്ളാരല്ലേ, പ്രായം ഇതല്ലേ. ഇതൊന്നും പറയാൻ ഞാൻ വന്നതല്ല, പക്ഷെ എനിക്ക് അറിഞ്ഞുകൂടാ, എന്തോ അറിയാതെ ഞാൻ ആ ഭാഗത്തോട്ടൊന്ന് കയറി വരിക. ദൈവാത്മാവ് തരുമ്പം പറയാതിരിക്കാനൊക്കെ ഒത്തിരി ചിലപ്പോൾ നിങ്ങൾക്ക് പ്രയാസം തോന്നിയാലും അന്നേരത്തെ പ്രയാസമേ ഉള്ളൂ, അങ്ങ് മാറിക്കോളൂ. പിള്ളാരല്ലേ, പ്രായം ഇതല്ലേ, എന്തോ ചെയ്യാനാന്ന് പിന്നെ മനസ്സിലാവും. പിന്നെ കരഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നമ്മൾ ദൈവത്തോട് പറ, ശാസിച്ച് അമർത്തേണ്ടിടത്ത് അമർത്തണം. ചില പറയും പിള്ളേർ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവുന്ന. ഒരു കാര്യം കൂടി പറയാം, അല്പം കൂടെ ഒന്ന്, ആരാധനയാണല്ലോ, മറ്റൊരു ക്ലാസ് വല്ലതും ആണെങ്കിൽ കുറച്ചുകൂടി വിശദീകരിക്കാമായിരുന്നു. സ്നേഹം കൊടുത്തേച്ച് ശാസിച്ച പിള്ളേർ ഇറങ്ങിപ്പോകത്തൊന്നുമില്ല. സ്നേഹം കൊടുക്കാതെ എന്നും ശാസന തന്നെയാണെങ്കിൽ ചിലപ്പോൾ ഇറങ്ങിപ്പോയെന്നിരിക്കും. അവൻ ഇവിടെ നിന്നിട്ട് എന്നാ കാര്യം? എന്നും വഴക്ക, എന്നും ബഹളമാണ്. കുഞ്ഞുങ്ങളെ സ്നേഹിക്കുക, അവർക്ക് വേണ്ടത് കൊടുക്കുക. എല്ലാം കൊടുത്തിട്ട് തെറ്റ് കാണുമ്പോൾ അവരെ ശിക്ഷിക്കുക, അല്ലെങ്കിൽ ശാസിക്കുക, അവരടങ്ങിയിരുന്നോളൂ.
ഈ ഏലിയുടെ കുടുംബത്തിൽ പറ്റിയൊരു പരാജയമെന്ന് പറയുന്നത്, നമുക്ക് ആ ഭാഗം ഞാൻ ഒന്നുകൂടെ പെട്ടെന്ന് പറഞ്ഞു പോവുക. ഈ ചെറുപ്പക്കാർ, അത്ര കുഞ്ഞുങ്ങളൊന്നുമല്ല, അവർ ചെറുപ്പക്കാരാ. ഈ ചെറുപ്പക്കാർ ദൈവസന്നിധിയിൽ കാണിച്ച, അല്ലെങ്കിൽ ദൈവത്തെ ഭയപ്പെടാതെ ദൈവസന്നിധിയിൽ എനിക്ക് എന്തുമാകാമെന്ന് പറഞ്ഞ് ചിലത് കാട്ടിക്കൂട്ടിയപ്പോൾ അറിഞ്ഞിട്ട് അവരെ ശാസിച്ചമർത്താൻ ആ പിതാവിന് കഴിഞ്ഞില്ല. അല്ലെങ്കിൽ ഒന്നുകൂടെ പറഞ്ഞോട്ടെ, ദൈവത്തെക്കാൾ മക്കളെ ഭയപ്പെട്ടത് കൊണ്ട്, ദൈവത്തെ സ്നേഹിക്കുന്നതിനേക്കാൾ മക്കളെ സ്നേഹിച്ചത് കൊണ്ട് കാലം മുന്നോട്ട് വന്നപ്പോൾ സംഭവിച്ചൊരു കാര്യം അവിടെ എഴുതിയിട്ടുണ്ട്. ഒറ്റ യുദ്ധത്തിൽ ഒറ്റ ദിവസം ഏലിയുടെ 2 മക്കൾ പട്ടുപോയി. ഈ വാർത്ത കേട്ട ഏലി പുറകോട്ട് വീണ് കഴുത്തൊടിഞ്ഞ് മരിച്ചുപോയി. മാത്രമല്ല, നിങ്ങൾ ആ ഭാഗങ്ങളൊക്കെ വായിക്കുമ്പോൾ ഒരു പുരോഹിതനെ, ഒരു പ്രവാചകനെ ദൈവം അവിടേക്ക് അയക്കുന്നു. പേരൊന്നും എഴുതിയിട്ടില്ല. അല്ലെങ്കിൽ ആ ശബ്ദത്തിലൂടെ അദ്ദേഹം പറയുന്നൊരു വാക്കുണ്ട്, നിന്റെ കുടുംബത്തിൽ ഒരിക്കലും വൃദ്ധനുണ്ടാകത്തില്ല. എന്താ അതിൻ്റെ അർത്ഥം? ഒരു പരുവമാകും മുമ്പ് നിന്റെ കുടുംബത്തിൽ നിന്ന് ആൾക്കാർ മാറ്റപ്പെടും. ഇതെല്ലാം സംഭവിച്ചത് എന്തുകൊണ്ടാണ്? ദൈവത്തിൻ്റെ നാമത്തെ ഭയപ്പെടാഞ്ഞതുകൊണ്ടാണ്. ഈ പകൽ ദൈവമക്കളെ, നമുക്ക് ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാൻ. കർത്താവേ, ദൈവത്തിൻ്റെ നാമത്തെ ഭയപ്പെടുന്നവർക്ക് ചില അവകാശമുള്ളപ്പോൾ തന്നെ ദൈവത്തിൻ്റെ നാമത്തെ ഭയപ്പെടാതിരിക്കുന്നവർക്ക് ചില വിനാശമുണ്ടെന്നുള്ളതും മറന്നു പോകരുത്. നമുക്ക് ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ഒന്ന് പറയാം, കർത്താവേ, ഇല്ല, ഞങ്ങൾ ദൈവത്തിൻ്റെ നാമത്തെ ഭയപ്പെടാൻ ആഗ്രഹിക്കുന്നു. ഒരു ഗണം കൂടെ എടുത്തു കാണിച്ചാൽ പെട്ടെന്ന് അവസാനിപ്പിച്ചേക്കാം. 1 ശമൂവേൽ 13-ാം അധ്യായത്തിൻ്റെ 13-14 വാക്യം കൂടെ ഒന്ന് വായിച്ചോളൂ. 1 ശമൂവേൽ 13. മതി. 2 ചിന്ത പറഞ്ഞാൽ പെട്ടെന്ന് അവസാനിപ്പിക്കുകയാണ്. ഏലിയുടെ കുടുംബത്തിൽ ഒരു പൗരോഹിത്യം പിന്തുടർച്ചയായി ലഭ്യമാകേണ്ടതാണ്. ഏലിക്ക് ശേഷം തൻ്റെ മക്കൾ പുരോഹിതന്മാരാകേണ്ടതാണ്. പക്ഷെങ്കിൽ ദൈവത്തിൻ്റെ നാമത്തെ ഭയപ്പെടാതെ ദൈവഹിതത്തിന് വിരുദ്ധമായി താൽക്കാലിക നേട്ടത്തിന് വേണ്ടി ആ ചിലതിനെ വാണിഭമാക്കിക്കൊണ്ട് ദൈവനാമത്തെ ദുഷിച്ച നിമിത്തം ആ കുടുംബം അന്യം നിന്നുപോയി. ഇവിടെ ശൗലിനോട് ശമൂവേൽ പ്രവാചകൻ പറയുന്ന വാക്ക് വളരെ ശ്രദ്ധേയമാണ്. യഹോവ ഇസ്രയേലിന്മേൽ നിന്റെ രാജത്വം എന്നേക്കുമായി സ്ഥിരമാക്കുമായിരുന്നു, ഇപ്പോഴോ നിന്റെ രാജത്വം. അങ്ങനെയെങ്കിൽ ശൗലിനെ രാജാവാക്കിയ ദൈവത്തിൻ്റെ പദ്ധതി ശൗലിൻ്റെ മകൻ ആ പരമ്പര രാജാക്കന്മാരായി വാഴണമെന്ന. എന്നാൽ ദൈവത്തിൻ്റെ നാമത്തെ ഭയപ്പെടാൻ തയ്യാറാകാതിരുന്നത് നിമിത്തം ആ കുടുംബത്തിൽ രാജത്വം ദൈവമില്ലാതാക്കി. ചരിത്രമൊക്കെ അറിയാമല്ലോ. ഫിലിസ്തീനുമായി നടന്ന യുദ്ധത്തിൽ ഈ ശൗലും യോനാഥാനും ഒറ്റ ദിവസം കൊല്ലപ്പെട്ടു. ആ രാജത്വം അവിടെ ഇല്ലാതായി. ദാവീദിന് കരുണ തോന്നിയത് കൊണ്ട് യോനാഥാന്റെ മകനെ തൻ്റെ കൊട്ടാരത്തിൽ പാർപ്പിച്ച് ആഹാരം കൊടുത്ത് അവിടെ നിർത്തി. അവന് അധികാരവും അവകാശവും ഒന്നുമില്ല. ഞാൻ എൻ്റെ വാക്ക് ഇവിടെ അവസാനിപ്പിക്കും മുമ്പ് ദൈവമക്കളെ വീണ്ടും ഓർപ്പിച്ചോട്ടെ, ദൈവത്തിൻ്റെ നാമത്തെ ഭയപ്പെടുന്നവർക്ക് ചില അവകാശമുണ്ട്. അപ്പോൾ തന്നെ ദൈവത്തിൻ്റെ നാമത്തെ ഭയപ്പെടാത്തവർക്ക് ചില അനർത്ഥങ്ങളുമുണ്ട്. മറന്നു പോകരുത്. ഞാൻ വീണ്ടും മുന്നോട്ട് പോകുന്നില്ല, ഇവിടെ അവസാനിപ്പിക്കുക. ആദ്യ ഭാഗം ആശ്വാസമാണെങ്കിലും അവസാന ഭാഗം അല്പം പ്രയാസമായിട്ട് തോന്നിയെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് തന്നതുകൊണ്ട് പറഞ്ഞതാണ്. നമ്മൾ വചനം ഏറ്റെടുത്തേ മതിയാവുകയുള്ളൂ. സഭാപ്രസംഗി പറയുന്നൊരു വാക്കുകൂടെ ഒന്ന് വായിക്കാമോ? 12-ാം അധ്യായം 13-ാം വാക്യം വായിച്ചു. ബുക്ക് ഓഫ് എക്ലീസിയാസ്. read in English also. Let us hear the conclusion of the whole matter. Fear God and keep His commandments, for this is man's all. അവിടെ പറയുന്ന ഭാഗം നമ്മൾ ശ്രദ്ധിച്ചല്ലോ. സഭാപ്രസംഗം നമുക്കറിയാം, ശലോമോൻ എഴുതിയതാണ്. 12 അധ്യായങ്ങളിൽ 222 വാക്യങ്ങളിൽ
താൻ എഴുതി അവസാനിപ്പിക്കും പറയണം, ഇതാണ് ഇതിൻ്റെ എല്ലാം രത്നച്ചുരുക്കം. ദിസ് ഈസ് ദ കൺക്ലൂഷൻ ഓഫ് ഓൾ ദിസ്. ഇത്രയും പറഞ്ഞതിൻ്റെ രത്നച്ചുരുക്കം താൻ പറയുകയാണ്, ദൈവത്തെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളെ പ്രമാണിച്ചു കൊള്ളുക, അതാകുന്നു സകല മനുഷ്യർക്കും വേണ്ടുന്നത്. ചില ട്രാൻസ്ലേഷൻ കൊടുത്തേക്കുന്ന സകല മനുഷ്യൻ്റെ ഡ്യൂട്ടി അതാണ്, ദൈവത്തെ ഭയപ്പെടുക. വേറൊരു ഡ്യൂട്ടിയും ദൈവം തന്നിട്ടില്ല. നമുക്ക് ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയെ ഭയപ്പെടാൻ, അങ്ങയുടെ കൽപ്പന അനുസരിപ്പാൻ എന്നെ ദൈവം ചുമതലപ്പെടുത്തിയേക്കുക, എന്നെ ഡ്യൂട്ടി കിട്ടേക്കുക. ദൈവത്തിൻ്റെ കൽപ്പനയും പ്രമാണവും അനുസരിപ്പാനായിട്ട്, ദൈവത്തെ ഭയപ്പെടാനുള്ള ഡ്യൂട്ടി ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. ഞാനത് നിർവഹിച്ചാൽ എനിക്ക് അനുഗ്രഹമുണ്ട്. ഞാൻ ഭയപ്പെട്ടില്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ എനിക്ക് മാത്രമല്ല എൻ്റെ തലമുറകൾക്കും അതൊരു വിനാശമായി മാറും. നമുക്ക് ദൈവസന്നിധിയിൽ ആ സമർപ്പണത്തോട് ഒരു നിമിഷം കണ്ണുകളൊന്ന് അടയ്ക്കാം. എല്ലാ പ്രിയപ്പെട്ടവരും ദൈവകരം കൊന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ടെ. നമുക്ക് ഒരുമിച്ച് ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ദൈവത്തിൻ്റെ നാമത്തെ ഭയപ്പെടുന്നവരുടെ അവകാശം നീ എനിക്ക് തന്നിരിക്കുന്നു എന്ന് ദാവീദ് തൻ്റെ ജീവിതത്തിൽ പ്രവചനാത്മാവിൽ വിളിച്ചു പറഞ്ഞെങ്കിൽ, ഈ ദിവസങ്ങൾ ദൈവമക്കളെ നമുക്കിങ്ങനെ പറയാം, ദൈവത്തിൻ്റെ നാമത്തെ ഭയപ്പെടുന്നവരുടെ അവകാശം കർത്താവേ എനിക്കും തരണമേ. ദൈവത്തിൻ്റെ നാമത്തെ ഭയപ്പെട്ടാൽ അങ്ങനെയുള്ളവർക്ക് അവകാശമുണ്ട്. യെസ്, ഹല്ലേലൂയ. പ്രാരംഭത്തിൽ നമ്മൾ ഓർപ്പിച്ചല്ലോ, അബ്രഹാമിന് കിട്ടിയ ഐശ്വര്യമായ അനുഗ്രഹം, ദൈവത്തിൻ്റെ നാമത്തെ ഭയപ്പെട്ടതിൻ്റെ അനുഗ്രഹം തൻ്റെ തലമുറകളിലേക്ക് ദൈവം പകർന്നെങ്കിൽ, ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ നാമത്തെ ഭയപ്പെടാൻ ദൈവമക്കളെ തയ്യാറാകാമെങ്കിൽ ചില അനുഗ്രഹം തരാൻ ദൈവം വിശ്വസന. മലാഖിയിൽ പറയുന്നു, എൻ്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കോ, ദൈവത്തിൻ്റെ നാമത്തെ ഭയപ്പെടുന്നവർക്ക് എന്തൊക്കെ തടസ്സം വന്നാലും, ആരൊക്കെ എതിര് നിന്നാലും, ഒരു സൂര്യൻ ഉദിച്ചുയരുമ്പോൾ, ഒരുപക്ഷെ രാത്രിയിൽ വിഹരിച്ച ചില മൃഗങ്ങൾ ആ വെളിച്ചം കാണുമ്പോൾ, ആ സൂര്യന്റെ പ്രകാശം കാണുമ്പോൾ മാറി നിന്ന് ശബ്ദമുണ്ടാക്കിയെന്നിരിക്കും. അവിടെയും ഇവിടെയും നിന്ന് കുരയ്ക്കുന്നവന്റെ കുര കേട്ടുകൊണ്ട് സൂര്യൻ തൻ്റെ യാത്ര അവസാനിപ്പിക്കത്തില്ല. ആ സൂര്യൻ ഉദിച്ചുയർന്ന് ശക്തിയോടെ പ്രകാശിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ നാമത്തെ ഭയപ്പെടുന്നവനൊരു ഉയർച്ചയുണ്ട്. അവർക്ക് രോഗശാന്തിയുണ്ട്, അവർക്കൊരു നിറവുണ്ട്, അവർക്ക് തുള്ളിച്ചാടാൻ കഴിയും. അവർ ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഇന്ന് പകൽ ധൈര്യമായിട്ട് വിളിച്ചു പറ, ദൈവത്തിന്റെ നാമത്തെ ഭയപ്പെടുന്ന എനിക്ക് വേണ്ടത് തക്ക സമയത്ത് എൻ്റെ ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ഭയപ്പെടേണ്ട ആവശ്യമില്ല. എന്നെ വെല്ലുവിളിച്ചവരുടെ ചില ചാരത്തിന്മേൽ നിന്നുകൊണ്ട് തുള്ളിച്ചാടാൻ തക്കവണ്ണം ദൈവം എന്നെ ബലപ്പെടുത്തും. എൻ്റെ ദൈവത്തിന്റെ നാമത്തെ ഭയപ്പെടാൻ നമുക്ക് തയ്യാറാകാം. ഭയപ്പെടാതിരുന്നാൽ അവസാനം അതിഭയാനകമാണ്. നമുക്ക് ദൈവസന്നിധിയിൽ ഈ വചനത്തിന് മുമ്പാകെ നമ്മെ തന്നെ ഒന്ന് സമർപ്പിച്ചുകൊണ്ട് നമുക്കൊരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇന്ന് പകൽ ദൈവാത്മാവ് തന്ന വചനം ദൈവമക്കളെ ഒട്ടും വെള്ളം ചേർക്കാതെ പരിശുദ്ധമാവ് സംസാരിക്കാൻ തന്നത് ഞാൻ ദൈവമക്കളോട് പങ്കുവച്ചു. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ വചനത്തിലൂടെ എന്നെ കറക്റ്റ് ചെയ്യാൻ ദൈവം ആഗ്രഹിക്കുന്നെങ്കിൽ ഞാനിതാ തയ്യാറാണ്. അതൂതിൽ എനിക്ക് ആവശ്യമുള്ളത് കർത്താവേ അങ്ങ് തന്നെങ്കിൽ ഞാനതനുസരിക്കാൻ തയ്യാറാണ്. നമുക്കതിനു വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കാം. ഈ വചനം അതിനൊരു മുഖാന്തരമാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഞാൻ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മളെവരെയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ.